സ്നേഹമുള്ളവരെ, കരുണയുടെ മാതാവിന്റെ തിരുനാളിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തില് അമ്മയുടെ വിമല ഹൃദയത്തില് എല്ലാവരെയും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവപിതാവിന്റെ കരുണയെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത പാത്രമായിരുന്നു പരിശുദ്ധ അമ്മ. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ അനന്തമായ കരുണയെ ലോകത്തിലേക്ക് എത്തിക്കാൻ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം അവളായിരുന്നു പരിശുദ്ധ അമ്മ. ജപമാല പ്രാർത്ഥനയുടെ അവസാനത്തില് നാം എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി എന്ന്. ഈ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കരുണയുടെ അമ്മയായി മാറിയത്? അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയില് എങ്ങനെയാണ് ദൈവകരുണ രൂപപ്പെട്ടത് എന്ന് ഈ കുറച്ച് സമയത്തിനുള്ളില് നാം ഒന്ന് അമ്മയുടെ ജീവിതവും നമ്മുടെ വ്യക്തി ജീവിതങ്ങളോട് ചേർത്ത് വെച്ച് ധ്യാനിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മംഗളവാർത്ത ശ്രവിച്ച ആ നിമിഷം മുതല് ഈശോയുടെ ഉത്ഥാനം വരെയുള്ള ആ കാലഘട്ടങ്ങളില് പരിശുദ്ധ അമ്മ നടന്നു നീങ്ങിയ സഹനത്തിന്റെ വഴികളുണ്ട്. വേദനയുടെ നൊമ്പരത്തിന്റെ ഒരുപാട് കഥകള് ആ നാടുകളിൽ അമ്മയ്ക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്. തന്റെ പ്രിയപുത്രൻ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോഴും കാൽവരിയിലേക്കുള്ള യാത്രയില് ഈശോ അനുഭവിക്കുന്ന അതികഠിനമായ പീഡനങ്ങളുടെ നിമിഷങ്ങളിലും ഈ അമ്മ സഹനത്തിന്റെ കാസ മട്ടുവരെ കുടിച്ചിറക്കി ശാന്തമായി നിശബ്ദമായി നിൽക്കുന്നത് നാം എല്ലാവരും കാണുന്നുണ്ട്. ഇനിയും പുത്രൻ തമ്പുരാന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴോ, കാൽവരിയുടെ വിരുമാറില് 3 ആണികളില് തൂങ്ങിക്കിടന്ന് വേദനയുടെ അതിപാരമ്യത്തില് ആയിരിക്കുന്ന അവസ്ഥയില് കുരിശിൻ ചുവട്ടിൽ നിന്ന് തന്നെ ആക്ഷേപിക്കുന്നവരോട്, തന്നെ മുറിവേൽപ്പിക്കുന്നവരോട് ഒരു വാക്കുപോലും ഉരിയാടാതെ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളി ഉയർത്തുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. വേദനയുടെ അതിപാരമ്യത്തില് ഈശോ നിലവിളിക്കുകയാ: അപ്പ, എന്നെ മറന്നുപോയോ? എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചത്? അവിടെ പിതാവിന്റെ സ്വരം ശ്രവിച്ചിട്ടെന്നോണം ഈശോ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്: പിതാവേ, ഇവര് ചെയ്യുന്നത് എന്താന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ ചങ്കുപൊട്ടിയ പ്രാർത്ഥനയുടെ നിമിഷങ്ങളില് പരിശുദ്ധ അമ്മയെ കുരിശിന്റെ ചുവട്ടിലുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും തന്റെ ചങ്ക് അവസാനമായി കുത്തിപ്പിളർന്നവന്റെ കണ്ണുകളിലേക്ക് തന്റെ രക്തവും ജലവും ഒഴുകി അവന് കാഴ്ചയും ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്യുമ്പോഴ് കുരിശിന്റെ ചുവട്ടില് പരിശുദ്ധ അമ്മയുണ്ട്. അന്ന് കാൽവരിയിൽ ഒഴുക്കപ്പെട്ട ആ കരുണയുടെ വലിയ പ്രവാഹം പരിശുദ്ധ അമ്മയിലൂടെ കൈവഴികളായിട്ട് ഇന്നും ലോകം മുഴുവനിലേക്കും ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സഹിക്കുന്ന ആത്മാക്കളിലെ ദൈവകരുണ രൂപപ്പെടൂ. സഹനങ്ങളെ, വേദനകളെ മാറോട് ചേർക്കുന്ന വ്യക്തി ജീവിതങ്ങളിലെ ദൈവകരുണ രൂപപ്പെടൂ. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധ ജീവിതങ്ങളുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും അതുതന്നെയാണ്. സഹനങ്ങളെ വാരിപ്പുണരുമ്പോഴ്, വേദനകളെ മാറോട് ചേർക്കുമ്പോഴ് ലഭ്യമാകുന്ന കരുണയുടെ വലിയ അനുഭവങ്ങളെ പറ്റി വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ഡയറി കുറിപ്പില് 697-ാമത്തെ ഖണ്ഡികയില് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്തില് സഹിക്കണമെന്നും വേദനകൾ ഏറ്റെടുക്കണമെന്നും വിശുദ്ധിയോടെ ജീവിക്കണമെന്നും ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാൽ, അതൊക്കെ ചുമ്മാതെയാ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. വിശുദ്ധി എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് തന്നെ വേരോടെ പിഴുതു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ജനസമൂഹത്തിന് അടിപൊളി ജീവിതം മതി. സുഖലോലുപതയും ജഡികാസക്തിയും ഇന്നത്തെ ദൈവമക്കളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ അടിപൊളി ജീവിതത്തിനിടയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? തിന്മ വന്ന് കള വിതച്ച് കടന്നു പോകുന്നത് ദൈവമക്കൾ അറിയുന്നില്ല. ഈ കളകൾ വളർന്ന് വിളയോടൊപ്പം എത്തി വിളകളെ ഞെരുക്കാൻ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും ദൈവമക്കൾ മനസ്സിലാക്കുന്നത്. നിപ്പയും കൊറോണയും ഒക്കെ ഈ ലോകത്തെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ടാ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നിനും ഉത്തരം കിട്ടാത്തതെന്ന്, ഒന്നും അങ്ങ് എത്തിപ്പെടുന്നില്ലല്ലോ എന്ന് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയും 3 ആണികളിൽ കുരിശിൽ പടഞ്ഞ് വേദന അനുഭവിക്കുന്ന ഈശോയും നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധ ജീവിതങ്ങളും ഒക്കെ നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്. സഹനങ്ങളെ, വേദനകളെ മാറോട് ചേർത്ത് പുൽകി നിലവിളികൾ ഉയർത്താൻ ഞാനും നിങ്ങളുമൊക്കെ എന്നു തയ്യാറാകുന്നു, അന്നേ ദൈവകരുണ എന്നിലും നിങ്ങളിലുമൊക്കെ രൂപപ്പെടാനിടയാകും. നമ്മുടെ വ്യക്തി ജീവിതത്തില്, സമൂഹ ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, പ്രവർത്തന മേഖലകളില് നമുക്ക് അനുഭവപ്പെടുന്ന വേദനകള്, ദുഃഖങ്ങള്, തെറ്റിദ്ധരിക്കപ്പെട്ട ചില മേഖലകള്, ഒറ്റപ്പെട്ടുപോയ ചില അവസ്ഥകള് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ മാറോട് ചേർത്ത് പുൽകാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ദൈവകരുണ എന്നിലും നിങ്ങളിലും രൂപപ്പെടും. ദൈവകരുണയുടെ കൈവഴികളായി പരിശുദ്ധ അമ്മയെ പോലെ ഞാനും നിങ്ങളുമൊക്കെ മാറപ്പെടും. അതുകൊണ്ട് ജീവിത വിശുദ്ധിയാകുന്ന എണ്ണ നമുക്ക് കൈകളിലെടുക്കാം. ഹൃദയമാകുന്ന വിളക്കില് അത് ഒഴിച്ച് ആ ദീപം അണയാതെ അത് കത്തിച്ചു വെക്കാം. എവിടെയാണെന്നറിയോ? ദിവ്യകാരുണ്യത്തിന്റെ മുൻപില്. എന്നിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി, കർത്താവിന്റെ കരുണ ലോകം മുഴുവനിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി. ഇന്നത്തെ ലോകത്തിന് ഉപദേശങ്ങളല്ല ആവശ്യം, മറിച്ച് കുരിശിൽ നിന്ന് നിലവിളികൾ ഉയർത്തിയ ഈശോയുടെ പ്രാർത്ഥന പോലെ, കുരിശിൻ ചുവട്ടിൽ നിന്ന് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ പോലെ, സഹനങ്ങളും വേദനകളും ഏറ്റെടുത്ത് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്കും ദിവ്യകാരുണ്യ സന്നിധിയില് ഈ ലോകം മുഴുവനും വേണ്ടി, സകല ദൈവ മക്കൾക്കും വേണ്ടി, കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളികൾ ഉയർത്താം. അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആത്മശക്തിയിൽ നിറയാം. ആത്മാവിന് ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിന് ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിന് ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിന് ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി
എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന്റെ 28-ാം ദിവസമായ ഇന്ന് വചനവിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു ആ ചിന്ത എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്തു നോക്കാം. ഏതിനെ കുറിച്ചൊക്കെയാണ് ഗാഢമായി ചിന്തിച്ചത്? എന്തൊക്കെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? മംഗളവാർത്തയിലൂടെ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, രക്ഷകൻ നിന്നിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്നു. രക്ഷകൻ നിന്നിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതാണ് മംഗളവാർത്ത. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ഈശോ എന്നവൻ വിളിക്കപ്പെടും, വരാനിരിക്കുന്ന രക്ഷകൻ നിന്നിലൂടെ പിറക്കാൻ പോകുന്നു. അപ്പൊ രക്ഷകന്റെ അമ്മയായി തീരുക എന്ന ഒരു മംഗളവാർത്തയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതെങ്കിലും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, ഒരുപക്ഷെ രക്ഷകന്റെ അമ്മ എന്ന രീതിയിൽ ലഭിക്കേണ്ട ഒത്തിരിയേറെ പ്രിവിലേജുകൾ അമ്മയ്ക്ക് കിട്ടിയോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു ഇടം പോലും അമ്മയ്ക്ക് കിട്ടിയില്ല. കാലിത്തൊഴുത്തിൽ, അതും മലഞ്ചെരുവിലെ കാലിത്തൊഴുത്ത്. ഇന്ന് പുൽക്കൂടൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ടാണ് പുൽക്കൂടുകളെ അലങ്കരിക്കാറുള്ളത്. കാലിത്തൊഴുത്ത് അത് മലഞ്ചെരുവിലേത് കൂടിയാണെങ്കിൽ എത്രമാത്രം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമായിരിക്കും. ഒത്തിരിയേറെ ഹൈജീനിക് ആയിരിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി അമ്മയ്ക്ക് ലഭിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അതികഠിനമായ തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു നല്ല ഇടം പോലും അമ്മയ്ക്ക് കിട്ടുന്നില്ല. അന്നു മുതൽ അമ്മയുടെ ജീവിതത്തിൽ ഒരു ഓട്ടം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധനായ ശിമയോന്റെ പ്രവചനം ഒരു വാൾ പോലെ അവളുടെ ഹൃദയത്തിൽ തുളച്ചു കിടക്കുന്നു. പിന്നീട് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുള്ള പലായനം, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിന്നെയും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മംഗളവാർത്തയായിട്ടാണ് വന്നതെങ്കിലും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഗാഢമായി ആരും ചിന്തിച്ചു പോകും. എന്തുകൊണ്ടാ ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ളത്? പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു വലിയ സൗഭാഗ്യം ഇതാ നിനക്ക് ഞാൻ നൽകാൻ പോകുന്നു എന്നൊരു മനുഷ്യനോട് നമ്മൾ പറഞ്ഞിട്ട്, അവനൊരു വലിയ സൗഭാഗ്യം വാഗ്ദാനം ചെയ്തിട്ട് അതിനുശേഷം അവന്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി സങ്കടങ്ങളും പ്രശ്നങ്ങളും പരാജയങ്ങളുമാണ് കടന്നു വരുന്നതെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കും, എന്തു സൗഭാഗ്യമാണ് എനിക്ക് നൽകപ്പെടാൻ പോകുന്നത്. സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇന്നതൊക്കെയാണല്ലോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ടതിന് ശേഷം അമ്മയ്ക്കുണ്ടായ കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായും അമ്മ ഗാഢമായി ചിന്തിച്ചു പോയിരിക്കണം. എന്നിട്ടെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരമ്മ. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ വ്യതിരിക്തത നമ്മൾ കണ്ടുമുട്ടുന്നത്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്.
ഒരുപക്ഷെ ഒരു മനുഷ്യ സ്ത്രീക്ക് ദൈവപുത്രന്റെ അമ്മയാവുക എന്നതിൽ നിന്ന് ലഭിക്കേണ്ട ഒരുപാട് നന്മകളെ കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ അതൊന്നും കാണപ്പെടാതെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും വന്നിട്ട് മറുത്തൊന്നും പറയാതെ അതെല്ലാം ഹൃദയത്തിലേക്ക് ഒതുക്കിയിരിക്കുന്ന ദൈവം വെളിപ്പെടുത്തുവാൻ വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഇതിന്റെയൊക്കെ അർത്ഥം, എന്തിനു വേണ്ടി ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി കാത്തിരുന്ന ഒരമ്മ. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നിൽക്കുകയാണ് പരിശുദ്ധമ്മ. ദൈവം വെളിപ്പെടുത്തണം ചില കാര്യങ്ങൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ അർത്ഥം എന്തെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന കാലം വരെയും കാത്തിരിക്കുക എന്നുള്ള വലിയ വിശ്വാസം, അത് പരിശുദ്ധ അമ്മയിൽ എല്ലായ്പ്പോഴും വിളങ്ങിയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവം ഓരോന്നിന്റെയും അർത്ഥം വെളിപ്പെടുത്തുന്നത് വരെ കൊടുത്ത വാക്കിനോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അന്ന് കൊടുത്ത വാക്കിന് വില വെച്ചുകൊണ്ട് നിറവേറപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിന്റെ അർത്ഥതലങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി കാത്തിരുന്ന പരിശുദ്ധ അമ്മ. സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്കും തീർച്ചയായിട്ടും കോവിഡ് കാലഘട്ടമാണ്. നമ്മുടെ പ്രാർത്ഥനകളുടെ ഓരോ ദിവസത്തെയും ശുശ്രൂഷകളുടെ താഴെ ചില കമന്റുകളൊക്കെ വരുന്നത് കാണാറുണ്ട്. ഇന്ന നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചിലപ്പോൾ സമയമെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ശ്രമിക്കാറുണ്ട്. പ്രിയമുള്ളവര്, ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ ഒക്കെ നന്മ ദൈവം വെളിപ്പെടുത്തുന്നതുവരെ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ രാജ്ഞിയായ അമ്മേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയോടുള്ള എന്റെ ഭക്തിയെ പ്രകടമാക്കുന്നു. ഈ ദിവസത്തെയും കണ്ണിനെയും കാതുകളെയും നാവിനെയും ഹൃദയത്തെയും എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആയതുകൊണ്ട് എന്റെ നല്ല അമ്മയെ, എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് കാത്തുരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ മാതാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഓരോ പുണ്യങ്ങളും നമ്മളിലും നിറയുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശ്രമശീലം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ,
അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ വെളിച്ചം വീശണമേ. പരിശുദ്ധാത്മാവേ, എന്റെ മനസ്സിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതാക്കി മാറ്റണമേ. പുണ്യങ്ങളാൽ നിറച്ച് പരിശുദ്ധിയുടെ പൂമാല ചാർത്തണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്റെ ഹൃദയം അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങേക്കുള്ള കാഴ്ചവസ്തുവായി എന്റെ ഹൃദയത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ മറ്റുള്ളവർ അറിയുവാൻ എന്നെ അങ്ങയുടെ ഉപകരണമായി മാറ്റണമേ. പന്തക്കുസ്ത പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നു. ഏറ്റുചൊല്ലാം. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ മാറ്റണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ, എന്നെ മുദ്രയടിക്കണമേ. ഓ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ പ്രതിഷ്ഠിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമ്മുടെ കർത്താവീശോവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.